നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിൻഡുണ്ട് അല്ലേ? നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് പാലക്കാട് കാടാങ്കോട് കനാൽ പാലം, പുഴപ്പാലത്താണ് ഉള്ളത്. ഇങ്ങനെ പറഞ്ഞാൽ ആർക്കും അറിയില്ല. ബ്രിട്ടീഷ് ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ അറിയുള്ളൂ. കാരണം 1958 ഇറിഗേഷൻ വകുപ്പ്, നമ്മുടെ മലമ്പുഴ ഇറിഗേഷൻ വകുപ്പ് ബ്രിട്ടീഷ് വാസ്തുവിദ്യ കൊണ്ട് ഈ ഒരു പാലം നിർമ്മിച്ചു. അതുകൊണ്ട് ഇതിന് ഒരു ബ്രിട്ടീഷ് മാതൃക ഉള്ളതുകൊണ്ട് ഇതിനെ ബ്രിട്ടീഷ് ബ്രിഡ്ജ് എന്ന് വിളിപ്പേര് വന്നു. ശരിക്കും നമ്മൾ ബ്രിട്ടീഷുകാർ കെട്ടിയെന്ന് തോന്നിക്കുന്നു. കാരണം ഇമാതിരി ആ ഒരു ശൈലിയാണ് ഇതിനെ കിട്ടിയിട്ടുള്ളത്. അത് കാരണം എല്ലാവരും ഇതിനെ ബ്രിട്ടീഷ് ബ്രിഡ്ജാണെന്ന് വിളിക്കാറ്. പാലക്കാട് കാടാങ്കോട്ടിലെ ബ്രിട്ടീഷ് ബ്രിഡ്ജ് എന്ന് വിളിക്കും. നമ്മൾ പാലക്കാട് കോട്ട മൈതാനത്ത് നിന്ന് 3 കിലോമീറ്ററാണ് ഈ ഒരു ബ്രിഡ്ജിലേക്ക്. പാലക്കാട് കാടാങ്കോട് കഴിഞ്ഞ അടുത്ത സ്റ്റോപ്പ് കനാൽ സ്റ്റോപ്പിൽ നിന്ന് റൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ ബ്രിട്ടീഷ് ബ്രിഡ്ജുണ്ട്. അതുപോലെ തന്നെ മലമ്പുഴയിൽ നിന്നുള്ള ഇറിഗേഷൻ മെയിൻ കനാല് ഈ ബ്രിഡ്ജിൻ്റെ മുകളിൽ കൂടെ പോകുന്നു. ഒരു സൈഡ് ഓപ്പണും ഒരു സൈഡ് ഡക്റ്റും ആയിട്ടാണ് ഈ ഒരു ബ്രിട്ടീഷ് ബ്രിഡ്ജിൻ്റെ ആ ഡക്റ്റ് ഭാഗം നമ്മൾ ചെറു വാഹനങ്ങൾ, അതായത് കാറ്, ബൈക്ക്, അങ്ങനെയുള്ള സൈക്കിളുകൾ, അങ്ങനെയുള്ള നടപ്പാതകൾ നടക്കാൻ നമുക്ക് വേറെ സെപ്പറേറ്റ് ഒരെണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള ചെറു വാഹനങ്ങൾ ഇതിൽ പ്രവേശനമുള്ളൂ. കാരണം വലിയ ലോറികളോ അതുപോലെ തന്നെ ടിപ്പറുകളൊന്നും പ്രവേശനമില്ല. കാരണം ഒരു ഡക്റ്റ് മോഡൽ അത്രയ്ക്കുള്ള ബലമുള്ളൂ. പിന്നെ വേറൊരു കാര്യമുണ്ട്, നമ്മുടെ പഴയ ആൾക്കാരുടെ വാസ്തുവിദ്യയും അതുപോലെ തന്നെ ആ ചെയ്യുന്ന പണിയുടെ ഒറിജിനാലിറ്റിയും കാരണം ഇതുവരെ ഒരു ക്രാക്കോ അങ്ങനെയുള്ള ഒരു സംഭവങ്ങളോ ഒരു ഡാമേജോ ഇതുവരെ ഇതിന് മെയിൻ്റെനൻസ് ചെയ്യേണ്ട വന്നിട്ടില്ല. അതാണ് ഇന്നത്തെ എഞ്ചിനീയർമാരൊക്കെ, ഇനിയുള്ള ഈ ഭാവിയിൽ ഇനി വരുന്ന എഞ്ചിനീയർമാരൊക്കെ നമ്മൾ ഇത് കണ്ടുപഠിക്കണം. ഈ ഒരു ഒറിജിനാലിറ്റി, അതായത് ജെന്യുവനായിട്ട് വർക്ക് ചെയ്യുക. നിങ്ങൾ നിങ്ങളുടെ നാടിന് വേണ്ടിയിട്ട് നല്ല ജെന്യുവനായിട്ട് ചെയ്യുക. ഇനിയുള്ള എഞ്ചിനീയർമാർ, ഇനി ഫ്യൂച്ചറിൽ വരുന്ന എഞ്ചിനീയർമാരോട് ഒരു എന്താ പറയുക, ഒരു സാധാരണക്കാരൻ്റെ ഒരു അഭ്യർത്ഥനയാണ്. കാരണം ഒരു സാധാരണ ഒരു പബ്ലിക്കിൻ്റെ ഒരു അഭ്യർത്ഥനയാണ്, നിങ്ങൾ ചെയ്യുന്ന പണി നല്ല രീതിയിൽ ചെയ്യുക, ഒരു ജെന്യുവിൻ ആ പണിയിലോട്ട് കൊടുക്കുക. അങ്ങനെ ആണെങ്കിൽ ഇതുപോലെ വർഷങ്ങളോളം, അതിനൊരു ഉദാഹരണമുണ്ട്. നമ്മുടെ പാലക്കാട് തന്നെ ഒരു ഉദാഹരണമുണ്ട്. എന്താണ്? നമ്മുടെ പാലക്കാട് പൊന്നാനി റോഡ് എത്രയായി വർഷങ്ങളായി. ആ റോഡിൽ കൂടെ പോകുന്ന ഒരു മനുഷ്യനെങ്കിലും, വാഹനം ഓടിക്കുന്ന ഒരു മനുഷ്യനെങ്കിലും ആ ഒരു വ്യക്തി ഒരു മലേഷ്യൻ കോൺട്രാക്ടറാണ്, ആ ഒരു വ്യക്തിയെ ഓർക്കാത്ത ആരും ഉണ്ടാവില്ല. അതുപോലെ നല്ല ജെന്യുവനായിട്ട് ചെയ്തുകൊണ്ട് കഴിഞ്ഞാൽ നിങ്ങളെ ജീവിതകാലം ജനങ്ങൾ ഓർത്തുകൊണ്ടേയിരിക്കും. ഈ ഒരു ബ്രിട്ടീഷ് ബ്രിഡ്ജിനെ നോക്കൂ, ഇതിനൊരു മെയിൻ്റെനൻസ് ഇതുവരെ വന്നിട്ടില്ല. ഇത്രയും വർഷം എത്രത്തോളം വർഷമായി ഇതിനൊരു മെയിൻ്റെനൻസ് വന്നിട്ടുണ്ടോ? ആരെങ്കിലും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഈ ഒരു പാലത്തിന് മെയിൻ്റെനൻസ് ചെയ്യുന്നത്. ഒരു ഇറിഗേഷൻ വകുപ്പോ അങ്ങനെ ആരും. ഇതിൽ വർഷത്തിൽ 3 പ്രാവശ്യത്തോളം വെള്ളം ഇതിൽ പാസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഈ പാലക്കാട് നെൽകൃഷി കൂടുതലുള്ളതുകൊണ്ട് ഈ മെയിൻ കനാല് ഇവിടുന്ന് നമ്മൾ മലമ്പുഴയിൽ നിന്ന് നേരെ പോകുന്നത് നമ്മളെ ആലത്തൂർ ഗായത്രി പുഴയിലോട്ടാണ് ഇത് പോയി ജോയിൻ്റ് ചെയ്യുന്നത്. നമ്മൾ പല്ലശ്ശേന ഭാഗത്തൊക്കെ ഉള്ള ആ പുഴയിൽ പോയി ജോയിൻ്റ് ആവും. അതിന് ഈ ജോയിൻ്റ് ആവുന്നതിന് ഇതിൽ ഒരുപാട് സബ് കനാലുണ്ട്, ചെറിയ കനാലുകൾ വേറെയുണ്ട്. അപ്പോൾ ഇത്രയും വർഷത്തിൽ 3 പ്രാവശ്യമൊക്കെ ഈ വെള്ളം വിടും. ഇത്രയും വെള്ളങ്ങൾ ഇങ്ങനെ ഇത്രയും വാഹനങ്ങൾ ഇതിൻ്റെ മുകളിലൂടെ പോകുന്നു. പിന്നെ ഈ കാലാവസ്ഥ, നമ്മുടെ കാലാവസ്ഥ അറിയാമല്ലോ, മഴയും വെയിലും ഇതൊക്കെ കൊണ്ടിട്ട് ഒരു പ്രശ്നം ഈ ബ്രിഡ്ജിനുണ്ടാവും. ഒരു മെയിൻ്റെനൻസോ കാര്യങ്ങളോ ഇതുവരെ വന്നിട്ടുണ്ടോ? ഇതാണ് പഴയ ആൾക്കാരുടെ ജെന്യുവിൻ വർക്കാണത്. നമ്മളെ ഇനിയുള്ള ഫ്യൂച്ചറിലുള്ള നമ്മളെ ഭാവിയുള്ള തലമുറയോട് പറയാനുള്ളത്, ഇതുപോലെ നിങ്ങൾ ചെയ്യുന്ന വർക്ക് എഞ്ചിനീയർമാരോട് പറയണത്, നമ്മൾ കോളേജിൽ നിന്നൊക്കെ ഇറങ്ങി നമ്മളൊരു ഇതെടുക്കുക, നമ്മൾ ചെയ്യുന്ന പണി നീറ്റായിരിക്കും, ഇല്ലാണ്ട് കള്ളപ്പണി ചെയ്യില്ല എന്നുള്ളൊരു ശബ്ദം എടുത്തു കഴിഞ്ഞാൽ ഇതുപോലുള്ള നമ്മുടെ നാടിന് വേണ്ടി ഒരുപാട് സംഭവങ്ങൾ നമുക്ക് ചെയ്യാവുന്നതുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ബ്രിഡ്ജിൻ്റെ കാഴ്ചകളിലേക്ക് നമുക്ക് കിടക്കാം.
നമുക്ക് ഇനി ഇവിടെ നിന്ന് നേരെ ബ്രിഡ്ജിൻ്റെ താഴെ പുഴയിലോട്ടൊന്ന് ഇറങ്ങി നോക്കാം കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു ബ്രിട്ടീഷ് ബ്രിഡ്ജ് ഒരുപാട് മറ്റേ ഫിലിമുകൾ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. മൂവീസ് ഒരുപാട് മലയാളം മൂവീസായാലും തമിഴ് മൂവീസായാലും ഒരുപാട് ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഒരു മറ്റേ ഈ സിനിമാക്കാരുടെ ഒരു ഇഷ്ടപ്പെട്ട ഒരു ലൊക്കേഷൻ കൂടിയാണിത്. പാലക്കാട് ഷൂട്ടിംഗ് ഉണ്ടെങ്കിൽ എന്തായാലും ഈ ഒരു ബ്രിഡ്ജ് അവർ അതിൽ ഉൾപ്പെടുത്തുന്നതാണ്. അതാണ് ഈ ഒരു ബ്രിഡ്ജിൻ്റെ പ്രത്യേകത. അതുപോലെ തന്നെ അത്യാവശ്യം ഇപ്പോൾ ടൂറിസ്റ്റുകളും വരാൻ തുടങ്ങി. കാരണം നല്ലൊരു സ്പോട്ടാണ്, കാണാൻ നല്ല പറ്റിയൊരു സ്പോട്ടാണ്. വൈകുന്നേരങ്ങളൊക്കെ രാവിലെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഈ പുഴയിൽ കുളിച്ചിട്ട് പോവുക, സുഖമായിട്ട് കുളിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. അതാണ് ബ്രിട്ടീഷ് ബ്രിഡ്ജിൻ്റെ സവിശേഷതകൾ. മെയിനായിട്ട് ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിൽ കൂടെ ഒരു ഇറിഗേഷൻ വകുപ്പിൻ്റെ ഒരു കനാൽ ഇതിൽ കൂടെ പാസ് ചെയ്യുന്നുണ്ട്. ഒരു സൈഡ് ഡെക്റ്റും മറ്റേ സൈഡ് ഓപ്പൺ ആയിട്ടുള്ളത്. അതേപോലെ നടക്കാനുള്ള ഒരു നടവരി പാത, അങ്ങനെയുള്ളതൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകതകൾ. ഒരു അടിപൊളി വൈബാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ. അതുപോലെ തന്നെ ഈ ഭാഗത്ത് ഒരുപാട് ചെറുപ്പകാലത്തൊക്കെ ഒരുപാട് കുളിക്കാൻ വേണ്ടി വന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ ഒരു കടവ്, ഈ പുഴക്കടവ്. ആ പാലത്തിൻ്റെ താഴെ, ആ പാലത്തിൻ്റെ രണ്ടാം തട്ട്, മൂന്നാമത്തെ കാലില്ല, അതിൻ്റെ ഏറ്റവും മുകളിൽ നിന്നൊക്കെ എടുത്ത് ചാടുമായിരുന്നു. അന്നൊക്കെ നല്ല വെള്ളം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇതുപോലെ കാട് പിടിച്ച് കിടക്കില്ലായിരുന്നു പുഴ. ഇതിപ്പോൾ കാട്ടിനുള്ളിലൊരു ചെറിയൊരു നീരൊഴുക്ക് പോലെയായി. മുമ്പ് അങ്ങനെയല്ല. 6ാം ക്ലാസ് 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്തൊക്കെ അങ്ങനെ മണലായിരുന്നു. ഈ പാലത്തിൻ്റെ താഴെ മാത്രം ഈ പാറക്കഷ്ണങ്ങൾ ഉണ്ടാവും, ബാക്കിയൊക്കെ അങ്ങനെ മണലായിരുന്നു. അതൊന്നുമില്ല. ഇപ്പോൾ ഈ മണൽ ഊറ്റി മണലൊക്കെ ഇവിടുന്ന് എടുത്ത് കാട് പോലെയായി ഇപ്പോൾ പുഴ. എന്താ പറയുക, അങ്ങനെ ഈ പുല്ലുകളും മരങ്ങളൊക്കെ ആയിട്ട് ഒരു കാട് രൂപത്തിലായിട്ടുണ്ട് ഇപ്പോൾ പുഴ. അന്നത്തെ കാലത്ത് അങ്ങനെ മണലായിരുന്നു, കാണാൻ നല്ല സ്റ്റൈലായിരുന്നു. ഇന്നത്തെ പത്തുംകുടിയ പട്ടാമ്പി പുഴ പോലെയൊക്കെ ആയിരുന്നു ഈ ഭാഗങ്ങളിൽ. ഒരുപാട് കുളിച്ച ഒരു കടവ് കൂടിയാണ്, ഈ ഒരു പുഴക്കടവ് കൂടിയാണിത്. ഈ ഭാഗത്ത് ഒരുപാട് പ്രാവശ്യം കുളിച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ ഈ ഒരു ഇങ്ങനൊരു അവസ്ഥയായതിൽ വളരെ ഖേദിക്കുന്നു. കാരണം ഈ മണലെടുത്തത് കൊണ്ടാണ് ഇപ്പോൾ ഇത്ര ഇങ്ങനെ ആയത്. നമ്മുടെ മണലൊക്കെ പോയി. ഇനി അതുപോലൊരു ഇത് വരും തോന്നുന്നില്ല. കാരണം എന്താ വെച്ചാൽ ഇനിയൊരു സിറ്റുവേഷൻ ഇനി ഉണ്ടാവില്ല. കാരണം എത്ര വെള്ളം വന്നാലും ഇങ്ങനെ തന്നെ ഉണ്ടാവുള്ളൂ. ഇനി പഴയ പോലുള്ള ഒരു ഭാരതപ്പുഴയോ അല്ലെങ്കിൽ ഈ ശോകനാശിനി പുഴ, ഈ ഒരു പുഴയുടെ പേര് ശോകനാശിനി പുഴ എന്നും ഒരു പേരുണ്ട്. ഭാരതപ്പുഴയുടെ ഒരു കൈവരിയാണ് ഈ ഒരു പുഴയ്ക്ക് പേര്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഈ ഒരു ബ്രിട്ടീഷ് ബ്രിഡ്ജിൻ്റെ വിശേഷങ്ങൾ. അതായത് നമ്മുടെ ശോകനാശിനി പുഴയുടെ മുകളിലൂടെ നമ്മുടെ മലമ്പുഴ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കനാൽ ഒഴുകുന്ന ഒരു വയോഡക്റ്റ് ബ്രിഡ്ജാണ് ശരിക്കും ഇതിൻ്റെ പേര്. വയോഡക്റ്റ് 1958 നിർമ്മിച്ച ഒരു വയോഡക്റ്റ് ബ്രിഡ്ജ്. ബ്രിട്ടീഷ് വാസ്തുവിദ്യ കൊണ്ട് നിർമ്മിച്ചതുകൊണ്ട്, ആ ഒരു രൂപം കൊണ്ട് ഇതിനെ ബ്രിട്ടീഷ് ബ്രിഡ്ജ് എന്നും വിളിക്കുന്നു. ഇപ്പോൾ അറിയപ്പെടുന്നത് ബ്രിട്ടീഷ് ബ്രിഡ്ജ് എന്നാണ്. കാടാങ്കോട്ടിൽ അല്ലെങ്കിൽ കനാലിലെ ബ്രിട്ടീഷ് ബ്രിഡ്ജ് എന്നാണ്. വൈകുന്നേരങ്ങളിൽ ഇതല്ല അവസ്ഥ. ഒരുപാട് ആൾക്കാർ ഇവിടെ ഇങ്ങനെ കാറ്റ് കൊള്ളാനിരിക്കുന്നുണ്ടാവും. ഇപ്പോൾ നട്ടുച്ചയാണ് ഞങ്ങൾ. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് കുളിക്കാൻ വേണ്ടി നിന്നാലോ എന്ന് നോക്കുകയാണ്. കുളിക്കാൻ വേണ്ടി പോവുകയാണ് ഇപ്പോൾ. ഇവിടെയൊക്കെ എത്ര പ്രാവശ്യം കുളിച്ചിട്ടുണ്ടറിയോ? കയ്യിൽ മുട്ടിക്കണ്ട അളകം. അപ്പോൾ ബ്രിട്ടീഷ് ബ്രിഡ്ജിൻ്റെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ പെട്ടെന്ന് ലഭിക്കുന്നതിനായിട്ട് നിങ്ങൾ ആ ബെല്ലൈക്കണിലുള്ള ഓൾ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ നിങ്ങൾ അത് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. എല്ലാവർക്കും തെറ്റ് പറ്റാം. അപ്പോൾ ഞാൻ ഈ ബ്രിട്ടീഷ് ബ്രിഡ്ജിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും തെറ്റുകൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ബൈ.